ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുൾ നരൂട്ടോ കവർ ചെയ്യാൻ പോവുകയാണ്. അതെ, നരൂട്ടോ ഷിപ്പിഡൻ വരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളിന്ന് ഫുൾ ആയിട്ട് കവർ ചെയ്യും. ആൻഡ് ഞാൻ ഇതിന് മുന്നേ വൺ പീസിനെ പറ്റി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിലെല്ലാം കിടിലൻ റെസ്പോൺസ് ആയിരുന്നു. റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പോലെ ഒരു ചെറിയ ചാനൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത റെസ്പോൺസ് ആയിരുന്നു. ഹോപ്പ്ഫുള്ളി ഇതിലും അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പോൾ നമുക്ക് നരൂട്ടോ തുടങ്ങാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കീപ് വാച്ചിങ്. സോ കഥ തുടങ്ങുന്നത് ഒരു വില്ലേജ് ആണ്. ഇതൊരു നിഞ്ച വില്ലേജ് ആണ്. അവിടെ ഒരു കുട്ടിയുണ്ട്, അവന്റെ പേരാണ് നരൂട്ടോ. ആൻഡ് ഇവനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ അത്ര നല്ല പഠിക്കുന്ന കുട്ടിയൊന്നല്ല. നല്ല പഠിക്കുന്ന കുട്ടിയെന്ന് വെച്ചാൽ ഒരു ഫെയിലിയർ എന്നൊക്കെ പറയാം. ആൻഡ് ഫെയിലിയർ ആണെങ്കിൽ പോലും അവൻ കാണുന്ന സ്വപ്നം ചെറുതല്ല. അവന്റെ സ്വപ്നമാണ് ആ നാട്ടിൽ തന്നെ ഹൊക്കാഗെ ആവുന്നുള്ളത്. ആൻഡ് ഹൊക്കാഗെ എന്ന് പറയുമ്പോൾ ലീഡർ അല്ലെങ്കിൽ തലവൻ എന്നൊക്കെ പറയാം നാട്ടിലെ. ആൻഡ് ഇങ്ങനെ ഒരു ദിവസം ഇവനൊരു ഗ്രാജുവേഷൻ എക്സാം എഴുതും, ഇവന്റെ ക്ലാസ് മൊത്തം. ആൻഡ് ഇവന്റെ ക്ലാസ്സിൽ ഇവൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ആ എക്സാമിന് പാസ്സാവും. ആൻഡ് ആ എക്സാമിന് പാസ്സായിട്ട് ഇവർക്കൊരു ഹെഡ് ബാൻഡ് കൊടുക്കും. നരൂട്ടോ കൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിനും അത് കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ഈ ഹെഡ് ബാൻഡ് കെട്ടലാണ് ഹൊക്കാഗെ ആവാനുള്ള ആദ്യത്തെ ചവിട്ടുപടി. ആൻഡ് ഇത് നേടാൻ വേണ്ടിയിട്ട് ഒരു ക്ലോൺ എങ്കിലും അവൻ ഉണ്ടാക്കണമായിരുന്നു ഗ്രാജുവേഷന്. പക്ഷെ ഒരു ക്ലോൺ പോലും അവനെ കൊണ്ട് മര്യാദക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന് ഹെഡ് ബാൻഡും കിട്ടത്തില്ല. ഹെഡ് ബാൻഡ് കിട്ടാതെ തന്നെ ഒരു ഷിനോബി അവനെ കൊണ്ട് ആവാൻ പറ്റത്തില്ല. ആൻഡ് ഒരു ഷിനോബി പോലും ആവാൻ പറ്റാത്തവന് ഒരു ഹൊക്കാഗെയും ആവാൻ പറ്റത്തില്ല. ആൻഡ് ഇങ്ങനെ ഗ്രാജുവേറ്റ് ആവാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നരൂട്ടോ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കും. അപ്പൊ മിസൂക്കി എന്നുള്ള ഒരു പയ്യൻ വന്നിട്ട് അവൻ്റെ അടുത്ത് ഒരു നുണ പറയും. ഫോർബിഡൻ സ്ക്രോള് പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്, അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിനക്കും നിന്റെ ക്ലോൺസ് എല്ലാം ഉണ്ടാക്കാന്ന് പറയും. നരൂട്ടയും ഭയങ്കര ഈഗർ ആയിരിക്കും. ആൻഡ് ഇവന്റെ സെൻസെ ഉണ്ടാവും. സെൻസെനെ എങ്ങനെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജുറ്റ്സെങ്കിലും അവന് പഠിച്ച് കാണിച്ചു കൊടുക്കണമായിരുന്നു. ആൻഡ് സെൻസയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ച് കഴിഞ്ഞ് മനസ്സിലാക്കി തരും ആ സെൻസെ ഒരു വില്ലനാണ്. ആൻഡ് ഇയാൾക്ക് ആ സ്കൂളാണ് വേണ്ടതെന്നുള്ള കാര്യം അവിടെ നമുക്ക് കാണിച്ചു തരും. ആൻഡ് ഇതിനുശേഷം നരൂട്ടയും ആ വില്ലനും കൂടി തമ്മിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടാവും. ആൻഡ് ഈ ഫോർബിഡൻ സ്ക്രോൾ നോക്കിയിട്ട് തന്നെ നരൂട്ടോ ഒരു ജുട്സ് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ വില്ലൻ ആ നരൂട്ടോ മൾട്ടി ഷാഡോ ക്ലോൺ ജുട്സ് വെച്ചിട്ട് തോൽപ്പിക്കും. ആൻഡ് അവന്റെ സെൻസയെയും അവിടുന്ന് നരൂട്ടോ രക്ഷിച്ചെടുക്കും. ആൻഡ് ഇങ്ങനെ ഒരു ക്ലോൺ പോലും ഉണ്ടാക്കാൻ പറ്റാത്തതിന് ഒരുപാട് ക്ലോൺ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവൻ ആ ഗ്രാജുവേഷൻ ടെസ്റ്റ് പാസ്സാവും. ആൻഡ് ഇതിനുശേഷം നമുക്ക് സാസ്കയെ കാണിക്കും. സാസ്കെ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നരൂട്ടോ ബോട്ടമാണ് ആ ക്ലാസ്സിലെങ്കിൽ സാസ്കെ ടോപ്പാണ് ആ ക്ലാസ്സിൽ. ആൻഡ് സാസ്കെ ഒരു ഉച്ചയാണ്. ആ നാട്ടിൽ അവശേഷിക്കുന്ന അവസാനത്തെ ഉച്ചയും വേണം. ബാക്കിയുള്ള ഉച്ചയ്ക്കൊക്കെ എന്തായെന്ന് നമുക്ക് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ കാണാം. ആൻഡ് നരൂട്ടോ ഇപ്പൊ ഗ്രാജുവേഷൻ പാസ്സായി ഒരു നിഞ്ച ആയെങ്കിൽ പോലും അവൻ ആ ടേബിളിൽ തന്നെ വൺ ഓഫ് ദ ലാസ്റ്റ് മെമ്പേഴ്സിൽ ഒരാളായിരിക്കും ബോട്ടമില്. ആൻഡ് അവനെ പോലെ 3 പേരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടോപ്പായി നിൽക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് ഈ 4 പേരെ അസൈൻ ചെയ്യും. ആൻഡ് ഇങ്ങനെ ബോട്ടമിലുള്ളവരും ടോപ്പിലുള്ളവരും ഒരേ ടീമിലായതുകൊണ്ട് തന്നെ അതൊരു ബാലൻസ്ഡ് ടീമായിരിക്കും. അതുകൊണ്ട് തന്നെ ബോട്ടമിലുള്ള നരൂട്ടോയും ടോപ്പിലുള്ള സാസ്കയും അതിന്റെ ഒപ്പം തന്നെ ഒരു ട്രാഷും ഉണ്ടാവും. ഈ ട്രാഷും അവർ 3 പേരും കൂടി ഒരു ടീം ജോയിൻ ചെയ്യും. ഇവളിപ്പോ ഞാൻ ട്രാഷ് എന്ന് വിളിച്ചത് എന്തിനാണെന്ന് വീഡിയോ നിങ്ങൾക്ക് മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആൻഡ് ഇങ്ങനെ നരൂട്ടോ, സാസ്കെ, സക്കുറ ഇവര് 3 പേരും കൂടി ടീം ജോയിൻ ആവും. ഇവരുടെ ടീമില് ടീച്ചർ ആയിട്ട് വരുന്ന ആളായിരിക്കും കക്കാഷി. ആൻഡ് കക്കാഷി ഒരു പ്രൊഫഷണൽ നിഞ്ച ആയിരിക്കും. ഇവനായിരിക്കും ഇവരെ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇനി ടീച്ചേഴ്സിനൊന്നും റാൻഡ് ആയിട്ട് ഈ ടീം കിട്ടിയതായിരിക്കത്തില്ല. അവരായിട്ട് സ്വയം തീരുമാനം എടുത്തിട്ട് ഓരോ ടീം സെലക്ട് ചെയ്തായിരിക്കും. ആൻഡ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് റിജക്റ്റും ചെയ്യാം. അതെ, ഒരു എക്സാം ഒക്കെ പോലെ ആയിരിക്കും ഇതും. ആൻഡ് ഇതിന്റെ റിസൾട്ട് ഫുള്ളായി ടീച്ചറുടെ മേലായിരിക്കും ഡിപ്പെൻഡ് ആയിരിക്കുക. ആൻഡ് ഈ ടീമിന്റെ ഭാഗ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നാള് കക്കാഷിയുടെ ടീമിലോട്ട് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെ ഒന്നും കക്കാഷി ഇതുവരെ പാസ്സാക്കിയിട്ടില്ല. പക്ഷെ ഈ ടീം കക്കാഷിയുടെ മനസ്സ് കീഴടക്കും. അതിനകത്ത് ഫൈറ്റിംഗ് സ്കിൽസ് വെച്ചോണ്ടൊന്നും ആയിരിക്കത്തില്ല. അതിന്റെ കാരണമായിരിക്കും അവർ തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ആൻഡ് ഇങ്ങനെ പാസ് ആയതിനു ശേഷം ചെറിയ ചെറിയ ട്രെയിനിങ്സ് എല്ലാം അവർക്ക് മിഷനായിട്ട് കിട്ടുന്നുണ്ടാവും. ഒബ്വിയസ്ലി ഒരു നിഞ്ചക്കുള്ള ട്രെയിനിങ് എല്ലാവർക്കും കിട്ടും. ആൻഡ് ഇതിന്റെ ഇടയ്ക്ക് നരൂട്ടോ വായ്ത്താളം അടിക്കുന്ന ആളാണല്ലോ, എപ്പോഴും വായ്ത്താളം അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ ഒരു വായ്ത്താളായിട്ട് പറയും അവൻ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ഒരു മിഷൻ വേണമെന്ന് പറയും. ഈ പൂച്ചയെ പിടിക്കല്, അപ്പുറത്ത് പോയി സാധനം മേടിച്ചു വരല്, ഇതൊന്നും അല്ല, കുറച്ചുകൂടി ടഫായിട്ട് എന്തെങ്കിലും തരുമെന്ന് ചോദിക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഇവർക്ക് കൊടുക്കുന്ന മിഷൻസ് ആണ്. ഈ മിഷൻസ് ഇങ്ങനെ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടാവും. അതിൽ ABCD തരംതിരിച്ചിട്ടുണ്ടാവും. D ഭയങ്കര ഈസിയും A ഭയങ്കര ടഫും, അങ്ങനെ D to A തരംതിരിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇങ്ങനെ നരൂട്ടോയുടെ ചാൻസ് വരും. നരൂട്ടോയുടെ ചാൻസിൽ ഹൊക്കാഗെ നരൂട്ടോയുടെ ടീമിന് C റാങ്ക് മിഷൻ കൊടുക്കും. ആൻഡ് ഈ മിഷനാണ് ഒരാളുടെ ബോഡി ഗാർഡ് ആയിട്ട് ഈ മൊത്തം ടീമും പോവേണ്ടി വരുന്നത്. ആൻഡ് ഈ കിളവന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ടായിരിക്കും ഇവർക്ക് പോവേണ്ടി വരുന്നത്. ആൻഡ് ഇങ്ങനെ ഈ 4 പേരും കക്കാഷി, സാസ്കെ, സക്കുറ, നരൂട്ട ഇവരുടെ ഒരു ആദ്യത്തെ മിഷൻ സ്റ്റാർട്ട് ആവും. ആദ്യത്തെ മിഷൻ ഇൻ ദ സെൻസ് ആദ്യത്തെ ഒരു ജെനുവൻ മിഷൻ, ഈ പൂച്ചയെ പിടിക്കലും സാധനം മേടിച്ചു കൊണ്ടുവരല്ലാതെ ആദ്യത്തെ ഒരു ജെനുവൻ മിഷൻ സ്റ്റാർട്ട് ആവും. ആൻഡ് ഇങ്ങനെ ഇവര് സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ ഫൈറ്റ്സ് എല്ലാം ഉണ്ടാവും. അത് കക്കാഷി ഹാൻഡിൽ ചെയ്യും. ആൻഡ് ഇങ്ങനെ പോകെ പോകെ കക്കാഷിക്ക് റിയലൈസ് ആവാൻ തുടങ്ങും ഇതൊരു C റാങ്ക് മിഷൻ അല്ല, ഇതൊരു BO അല്ലെങ്കിൽ AO അങ്ങനെ ടഫ് ആയിട്ടുള്ള ഒരു മിഷൻ ആണെന്ന് കക്കാഷിക്ക് മനസ്സിലാവും. ആൻഡ് ഇങ്ങനെ ഈ മിഷനിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഒപ്പോണന്റിനെ കിട്ടുമ്പോൾ കക്കാഷിക്ക് വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന്റെ സെക്കൻഡായി യൂസ് ചെയ്യേണ്ടി വരും. അതെ, കക്കാഷി നിക് ഫ്യൂരി അല്ല,
അതായത് ഒറ്റക്കണ്ണനല്ല, അവൻ എന്തുകൊണ്ട് അത് മറച്ചു വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു പവർ ഉണ്ട് അവന്റെ കണ്ണിന്റെ ഉള്ളിൽ. ആൻഡ് ആ സ്പെഷ്യൽ പവർ ആണ് ഷാരിംഗൺ. ആൻഡ് ഈ ഷാരിംഗൺ ജനറലി ഉച്ചിഹ ഗാങ് മെമ്പേഴ്സിന്റെ അടുത്താണ് ഉണ്ടാവാറുള്ളത്, ജസ്റ്റ് ലൈക്ക് സാസ്കെ. ബട്ട് സാസ്കയ്ക്ക് ഇപ്പോഴത് അൺലോക്ക് ആയി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സാസ്ക ആലോചിക്കും കക്കാഷി ഒരു ഉച്ചിഹ അല്ല, പിന്നെ എങ്ങനെ അവന് ഷാരിംഗൺ ഉള്ളതെന്ന്. ആൻഡ് അതെന്തോ ആയിക്കോട്ടെ, ഈ ഫൈറ്റിൽ നമുക്ക് മനസ്സിലാക്കി തരും കക്കാഷി എത്രത്തോളം പവർഫുൾ ആണെന്ന്. കാരണം ഈ ഫൈറ്റ് ചെയ്യാൻ വന്ന ഈ ആൾക്ക് പോലും കക്കാഷി ആരാണെന്നും അവന്റെ കോപ്പി നിഞ്ച ടെക്നിക്ക് എന്താണെന്നും നല്ല അറിവുണ്ടായിരുന്നു. കാരണം കക്കാച്ചി കോപ്പി നിഞ്ചയുടെ പേരിൽ അത്രയും ഫേമസ് ആയിരുന്നു. ഇതിനുശേഷം ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ഉണ്ടാവും. ആൻഡ് ഫൈറ്റ് ഉണ്ടാവുമ്പോൾ ബാക്കിയുള്ള 3 പേരും അയാൾക്ക് പ്രൊട്ടക്ഷൻ വാൾ ആയിട്ട് നിൽക്കും. ആൻഡ് ഈ ഫൈറ്റിന്റെ അവസാനം സ്ക്വാഡ് 7 അതായത് നരൂട്ടോന്റെ ടീം ജയിക്കും. ആൻഡ് ഇങ്ങനെ ഈ ഫൈറ്റിൽ ഇവനെ തോൽപ്പിച്ചതുകൊണ്ട് തന്നെ ഈ കിളവനെ അയാളുടെ വില്ലേജിലോട്ട് എത്തിക്കാൻ സാധിക്കും. പക്ഷെ അവിടെ വീണ് കിടന്ന അയാൾ മരിച്ചിട്ടുണ്ടാവില്ല. അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ നിഞ്ചയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ഒരു ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അയാൾ മരിക്കാണ്ട് രക്ഷപ്പെടും. ആൻഡ് ഒരു വില്ലൻ മരിക്കാണ്ട് രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഒബ്വിയസ് ആയിട്ടും ആ വില്ലൻ തിരിച്ചു വരും. ഇപ്രാവശ്യം വരുന്നത് 2 പേരായിട്ടായിരിക്കും. അവന്റെ ഫ്രണ്ടും അവനും കൂടി വരും. ആൻഡ് ഇവർ 2 പേരും കൂടി ഒരുമിച്ച് വന്നിട്ട് സ്ക്വാഡ് 7ന്റെ മേത്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇവിടെ ഈ 3 പേരും പിള്ളേരായതുകൊണ്ട് തന്നെ തോൽക്കാനും ഇൻഫാക്ട് മരിക്കാൻ വരെയുള്ള സിറ്റുവേഷനിലോട്ട് പോകും. കാരണം കക്കാഷി ഈ ആളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇപ്പുറത്ത് ഇവര് 3 പേരും തന്നെ പറഞ്ഞാൽ ഇവര് 2 പേരും സാസ്കയും നരൂട്ടയും കൂടിയിട്ട് ഇവളെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇങ്ങനെ ഇവൻ നരൂട്ടയും സാസ്കയും കൊല്ലാൻ വേണ്ടി തീർക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് നരൂട്ടയുടെ ട്രൂ പവർ എന്താന്ന് കാണിക്കും. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ഓഫ് ടൈമിലാണ് അനിമയിൽ കിടിലം സീൻസ് എല്ലാം സ്റ്റാർട്ട് ആവുക. കാര്യം നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കാണിച്ചിട്ടുണ്ടാവും നരൂട്ടോന്റെ ഉള്ളിൽ ഒരു ബീസ്റ്റ് ഉണ്ടെന്ന്. പക്ഷെ ആ ബീസ്റ്റ് പുറത്തോട്ട് വരുന്നത് ഈ ആർക്കിലായിരിക്കും, ഈ ഫൈറ്റിലായിരിക്കും. ഈ ബീസ്റ്റ് പുറത്തു വന്നതിന് ശേഷം നരൂട്ടോ അവനെ അടിച്ച് ഇല്ലാണ്ടാക്കും. ലിറ്ററലി സാസ്കയും സക്കുറക്കും ഒരുമിച്ച് നിന്നാൽ ചെയ്യാൻ പറ്റാത്ത കാര്യം നരൂട്ടോ അവിടെ ഒറ്റയ്ക്ക് ചെയ്യും. ഇതിനുശേഷം നമുക്ക് കക്കാഷിയെ കാണിക്കും. ആൻഡ് കക്കാഷിയോട് അവന്റെ ഡെഡ്ലി അറ്റാക്സ് എല്ലാം എടുത്തിട്ട് ഇവനെ തോൽപ്പിക്കും. ആൻഡ് ഇവന്റെ ഒരു വലിയ അറ്റാക്ക് നടത്തും കക്കാഷി ഇവന്റെ മേത്ത്. പക്ഷെ ആ അറ്റാക്ക് തടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഫ്രണ്ട് അവിടെ വരും. ആൻഡ് ആ ഫ്രണ്ട് അവിടെ മരിച്ചു പോകും. ഇതിനുശേഷം ഇവനെ ഹയർ ചെയ്ത ടീമിനെ നമുക്ക് കാണിക്കും. ഇവനെ ഹയർ ചെയ്ത ടീം തന്നെ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതായത് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരും. പക്ഷെ ഒരുപാട് ഇഞ്ചേർഡ് ആയെങ്കിൽ പോലും അവന്റെ ഫുൾ പവർ എടുത്തിട്ട് അവിടെ വന്നവരെ എല്ലാവരെയും അടിച്ചിടും. ആൻഡ് ഇങ്ങനെ അടിച്ചിട്ടതിന് ശേഷം ഇവനും അവന്റെ പോലെ തന്നെ അവിടെ 2 പേരും അവിടെ മരിച്ചു പോകും. അതെ, അവർ 2 പേരും മരിച്ചു പോകും. ഇതോടുകൂടി ഈ ഫൈറ്റ് ഇവിടെ എൻഡ് ആവും. ആൻഡ് ഇതിനുശേഷം ഒരു 4 അവരുടെ വില്ലേജിലോട്ട് തന്നെ, ഒറിജിനൽ വില്ലേജിലോട്ട് തന്നെ തിരിച്ചു പോകും. ആൻഡ് ഇങ്ങനെ ഇതിനുശേഷം ഒരു 3-4 ആഴ്ചയെല്ലാം കഴിഞ്ഞിട്ടാണ് ചൂണിൻ എക്സാമിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഈ ചൂണിൻ എക്സാം എന്ന്. ഈ എക്സാം ഒരു കണക്കിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിഞ്ചയുടെ അവന്റെ ലെവല് ഇൻക്രീസ് ആക്കി കൊടുക്കും. ആൻഡ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ലെവൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ചൂണിൻ, ജെനിൻ, ജോണിൻ അങ്ങനെ പറഞ്ഞിട്ട് ഓരോ നിഞ്ചയും അവരെ തരം തിരിച്ചു വെച്ചിട്ടുണ്ടാവും. അതിലിപ്പോ ചൂണിൻ എക്സാം ആണ് ഇവർ ചെയ്യാൻ പോകുന്നത്. ഈ എക്സാമിൽ പാസ്സാവുന്ന ആള് ഗനിൻ എന്ന ഏറ്റവും ബോട്ടമിലുള്ളതിൽ നിന്ന് ചൂണിനായിട്ട് മാറും. ആൻഡ് ഈ എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ലീഫ് വില്ലേജ്, അതായത് നരൂട്ടോയുടെ വില്ലേജിൽ മാത്രമായിരിക്കത്തില്ല, ഒരുപാട് വില്ലേജിൽ നിന്ന് ആൾക്കാർ വരും. ആൻഡ് ഈ എക്സാം ഏതെങ്കിലും ഒരു കൺട്രിയിൽ വെച്ചിട്ടാണ് നടക്കുക. ആൻഡ് ഇപ്രാവശ്യം അത് ലീഫ് വില്ലേജിലാണ് നടക്കുന്നത്. ആൻഡ് ഈ എക്സാമിന്റെ ആദ്യത്തെ സ്റ്റേജ് ആയിരിക്കും, പല സ്റ്റേജ് ഉണ്ടായിരിക്കും. അതിന്റെ ആദ്യത്തെ സ്റ്റേജ് ആയിരിക്കും റിട്ടേൺ എക്സാം. ആൻഡ് റിട്ടേൺ എക്സാം ഈസി അല്ലെങ്കിൽ പോലും സംഭവം നമ്മുടെ ടീം 7 എങ്ങനെയൊക്കെയോ അങ്ങ് പാസ്സായി പോകും. നരൂട്ടോയും സാസ്കയും സക്കുറയും 3 പേരും പാസ്സാവും. റിട്ടേൺ ടെസ്റ്റിന് ശേഷം അവർക്ക് സെക്കൻഡ് ടെസ്റ്റ് കൊടുക്കും. സെക്കൻഡ് ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു ജംഗിൾ, അതായത് അവരത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിനെ ഒരു ജംഗിളിന്റെ ഉള്ളിൽ അടച്ചു വെക്കും. ആൻഡ് ആ ജംഗിളിൽ ഒരു സ്പെസിഫിക് ടൈമിന് ശേഷം ആരാണോ സർവൈവ് ചെയ്യുന്നത് അവര് ജയിക്കും. ആൻഡ് ഇങ്ങനെ ടെസ്റ്റ് സ്റ്റാർട്ട് ആവും. ഇവിടെ ഒരുപാട് സ്ക്വാഡ് ഉണ്ടാവും. നമ്മുടെ നരൂട്ടോന്റെ സ്ക്വാഡ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് റോക്ക്ലിയുടെ സ്ക്വാഡ്, ഹിനാട്ടയുടെ സ്ക്വാഡ് ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ ഒരുപാട് വില്ലേജസ് നിന്ന് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടാവും. മിസ്റ്റ് വില്ലേജിൽ നിന്ന്, റോക്ക് വില്ലേജിൽ നിന്ന്, സാൻഡ് വില്ലേജിൽ നിന്ന്, അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ വന്നിട്ടുണ്ടാവും. ആൻഡ് സംഭവം സ്ക്വാഡ് 7 ഇവരെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇങ്ങനെ ഇവരെല്ലാം മാനേജ് ചെയ്തതിനു ശേഷം അവിടെ ഒരാള് വരും, ഒരു മിസ്റ്റീരിയസ് ആയിട്ട് ആളോ പെണ്ണോ വാട്ടവർ ഇവള് വരും. ഇവള് വന്നതിന് ശേഷം ഇവള് ഭയങ്കര പവർഫുൾ ആയിരിക്കും. എത്ര പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരൂട്ടോന്റെ മറ്റേ ഫോം ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞൊരു ഫോം ഇല്ല, അവനൊരു ടെയിൽസ് ഫോം ഉണ്ടെന്ന്, അത് എടുത്തതിന് ശേഷം പോലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്റെ സാസ്കയും അവന്റെ ഷാരിംഗണി ഇവിടെ യൂസ് ചെയ്യും. ഷാരിംഗൺ യൂസ് ചെയ്തിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവത്തില്ല. ആൻഡ് ഈ പെണ്ണ് എത്രത്തോളം പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് കളിക്കായിരിക്കും ഇവരെടുത്ത്, അതായത് ലിറ്ററലി ഇവരെ വെച്ച് കളിക്കായിരിക്കും. ആൻഡ് ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് സാസ്കയുടെ മേത്ത് ഒരു പുതിയ കേഴ്സ് മാർക്ക് വരും. ആൻഡ് 9 ടൈൽസ് ഇല്ലേ, നരൂട്ടോന്റെ വയറിലുള്ള ആ 9 ടൈൽസ് രൂപപ്പെടുന്ന ആ ഫോമിനെയും അവള് ലോക്ക് ചെയ്ത് വെക്കും. ഇനി നരൂട്ടോ ആ ഫോമിലോട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് ഈ ക്യാരക്ടർ ആരാണെന്ന് റിവീൽ ആവുന്നതാണ്. ക്യാരക്ടർ വേറെ ആരുമല്ല, ഉറീച്ചിമാറു ആണ്. ആൻഡ് ഇത് വൺ ഓഫ് ദ ലെജൻഡറി സാനിനായിട്ടുള്ള ആളായിരിക്കും. സാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹൊക്കാഗയുടെ ഒക്കെ താഴെ പവർഫുൾ ആയിട്ട് വരുന്ന ആളാണ്. ആൻഡ് ഇതിന് ശേഷം ഫൈറ്റ്സ് തുടർന്നുകൊണ്ടിരിക്കും. ആൻഡ് ഫൈറ്റ്സ് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സാസ്കയുടെ മേത്തൊരു കേഴ്സ് മാർക്ക് വന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കേഴ്സ് മാർക്കിന്റെ ശരിക്കുള്ള രൂപം പുറത്തെടുക്കുക. കാസ്ക അത്രയും പവർഫുൾ ആയിട്ട് മാറും.
ആൻഡ് ഈ പവർഫുൾ ആയി മാറിയതിനു ശേഷം കാസ്കയ്ക്ക് തന്നെ അവന്റെ ബോഡി ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് വരും. ഒരുപാട് പെയിൻ അവനുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവൻ സംഭവം എല്ലാവരെയും അടിച്ചിട്ട് ഈ ഫൈറ്റ് ജയിക്കും. ആൻഡ് ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഫൈറ്റ് എല്ലാം കഴിയുന്നതിന് ശേഷം ടെസ്റ്റ് 2 ഇവിടെ ക്ലോസ് ആവും. ടെസ്റ്റ് 2 ശേഷം നമുക്ക് ടെസ്റ്റ് 3 കാണിക്കും. ടെസ്റ്റ് 3 ഇപ്പൊ ഈ ടെസ്റ്റ് 2 പാസ്സായ എല്ലാവരും അതിലുണ്ടാവും. നമ്മുടെ ടീമും സ്ക്വാഡ് 7 ഉണ്ടാവും. ആൻഡ് സെക്കൻഡ് ടെസ്റ്റ് പാസ്സായവരുടെ എണ്ണം ഒരുപാട് കൂടുതലായിരിക്കും. 30 പേരുണ്ടായിരിക്കും. ആൻഡ് 30 പേരിൽ നിന്ന് അവർക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1-on ഫൈറ്റ് വെക്കും. അതായത് ഒരു പ്രിലിമിനറി ഫൈറ്റ് പോലെ വെക്കും. ആൻഡ് ഈ ഫൈറ്റിലായിരിക്കും എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫൈറ്റിലായിട്ടുള്ള ഫൈറ്റ്സ് ഒക്കെ നടക്കുന്നത്. അത്രയും കിടിലായിട്ടുള്ള കുറെ ഫൈറ്റ്സ് നമുക്ക് ഇതിൽ കാണിക്കും. ലൈക്ക് നമുക്ക് ഗാറ വേഴ്സസ് റോക്ക് ലീ കാണിക്കും, നരൂട്ടോയുടെ ഫൈറ്റ് കാണിക്കും, പിന്നെ സാസ്കയുടെ ഫൈറ്റ് കാണിക്കും, അതിനുശേഷം നമുക്ക് സക്കൂറയുടെ ഫൈറ്റ് കാണിക്കും. ആൻഡ് അങ്ങനെ ഇവര് റെഡ്യൂസ് ആയിട്ട് മൊത്തം 10 പേരായിട്ട് മാറും. ആൻഡ് എന്റെ അടുത്ത് ഒരു ചെറിയ തെറ്റ് പറ്റി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ ചൂണിൻ എക്സാം പാസ്സാവുന്ന ആളായിരിക്കും നെക്സ്റ്റ് ചൂണിന്. അങ്ങനെയല്ല, ഈ നിൽക്കുന്ന ഹൊക്കാഗേസും ലീഡേഴ്സും തമ്മിൽ തീരുമാനം എടുക്കും ആരായിരിക്കണം നെക്സ്റ്റ് ചൂണിന്. ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ ഡിഫീറ്റ് ആയെങ്കിൽ പോലും നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാവും. കാരണം നിങ്ങൾ നന്നായിട്ട് ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചൂണിനാവാം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവരും അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇങ്ങനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നരൂട്ടോയും നേരെ കക്കാഷിയുടെ അടുത്ത് പോകും. ആൻഡ് കക്കാഷിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കും എന്നെ ട്രെയിൻ ചെയ്യണം എന്ന് പറയും. പക്ഷെ കക്കാഷിക്ക് സാസ്കയെ ട്രെയിൻ ചെയ്യണമായിരിക്കും. കാരണം സാസ്കയുടെ മേത്തുള്ള കേഴ്സ് മാർക്കില്ലേ, അത് ഭയങ്കരമായിട്ട് സാസ്കയെ ഹേർട്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കക്കാഷിക്ക് സാസ്കയെ ഹീൽ ചെയ്യണമായിരിക്കും. പക്ഷെ കക്കാഷി ഇവിടെ നരൂട്ടോ ട്രെയിൻ ചെയ്യില്ലെങ്കിൽ പോലും കക്കാഷി അവിടെ അവനൊരു ട്രെയിനർ അസൈൻ ചെയ്ത് കൊടുക്കും. പക്ഷെ നരൂട്ടോക്ക് കക്കാഷിയെ തന്നെ വേണമായിരുന്നു. പക്ഷെ കക്കാഷി സമ്മതിക്കില്ല. കക്കാഷി ഇയാളെ കൊണ്ട് നരൂട്ടയെ ട്രെയിൻ ചെയ്യിക്കും. ഇയാൾ ഒറ്റവട്ടെ നരൂട്ടോ അങ്ങോട്ട് കണ്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നരൂട്ടോ ആദ്യം സമ്മതിക്കില്ല. പക്ഷെ കക്കാഷി സമ്മതിക്കാണ്ട് തന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നരൂട്ടോ യെസ് പറയും. ആൻഡ് നരൂട്ടോയും ഇവനും തമ്മിൽ ട്രെയിനിങ് തുടങ്ങും. ആൻഡ് ഇവര് തമ്മിൽ ട്രെയിനിങ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ട്രെയിനിങ് സെക്ഷൻസ് ഇങ്ങനെ കാണിക്കുന്നതിലായിരിക്കും നമുക്ക് വേറൊരാളെ കാണിക്കുക. പുതുതായിട്ട് നമുക്ക് കാണിക്കുന്ന ആളായിരിക്കും ജിറായ സെൻസെ. അതെ, ജിറായ സെൻസെ അങ്ങോട്ട് വരും. ആൻഡ് ഈ ജിറായ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ സാനിൻ ആണ്. ഇപ്പൊ നമ്മള് ഉച്ചിമാറുവിനെ കണ്ടില്ലേ, ഉച്ചിമാറുവിനൊക്കെ പോലെ തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സാനിൻ ആണ്. ഇൻഫാക്ട് അടുത്ത ഹൊക്കാഗെ വരെ ആവാണ്ടിരുന്നതാണ്. അത് എന്തുകൊണ്ടായില്ല എന്നുള്ളതൊക്കെ വേറെ കഥയാണ്. ആൻഡ് ജിറായ സെൻസെ വന്നതിന് ശേഷം നരൂട്ടോ ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവും ജിറായുടെ അടുത്ത്. കാരണം ജിറായ നരൂട്ടോനെ ഇത്ര നേരം ട്രെയിൻ ചെയ്തവനെ അവന്റെ ടോഡ് വെച്ചിട്ട് അടിച്ചിടും. ആൻഡ് അങ്ങനെയാണ് നരൂട്ടോനെ അവന്റെ ജിറായ സെൻസയെ കിട്ടുന്നത്. ആൻഡ് ജിറായ സെൻസെ ആദ്യം ഒന്നും സമ്മതിക്കത്തില്ല അവനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ സംഭവം ലാസ്റ്റ് ജിറായ സെൻസയും നരൂട്ടോയും കൂടിയിട്ട് ഒന്നാവും. ആൻഡ് ജിറായ നരൂട്ടോനെ ട്രെയിൻ ചെയ്യാൻ സ്റ്റാർട്ടിങ് ചെയ്യും. ആൻഡ് ജിറായ നരൂട്ടോനെ ട്രെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജിറായക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവന്റെ ചക്ര ഇവന് കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞെന്ന്. കാരണം ഉറിച്ചിമാറും അവിടെ ഒരു ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അവന്റെ 9 ടൈൽസ് ചക്രന്റെ അടുത്ത്. ആൻഡ് ജസ്റ്റ് 9 ടൈൽസ് മാത്രമായിരിക്കില്ല ബ്ലോക്ക് ആയത്, അവന്റെ യൂഷ്വൽ ചക്രാസ് പോലെ യൂസ് ചെയ്യാൻ പറ്റാതാവും. അതുകൊണ്ട് തന്നെ ജിറായ ആ ലോക്ക് അവിടെ നിന്ന് അങ്ങോട്ട് അഴിച്ചു കൊടുക്കും. അതിനുശേഷം നരൂട്ടോ ഓരോന്നായിട്ട് പഠിച്ചെടുക്കാൻ തുടങ്ങും. ആൻഡ് ഇങ്ങനെ നരൂട്ടോ വൺ ഓഫ് ദ ജുട്സു ലേൺ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഈ ജുട്സുല് നരൂട്ടോക്ക് ജുട്സു സമ്മൺ ചെയ്യാൻ പറ്റും. അതായത് എത്ര വലിയ ടോഡാണെന്നുണ്ടെങ്കിലും അതിനെ സമ്മൺ ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇത് ഇവന്റെ നോർമൽ ചക്ര യൂസ് ചെയ്തിട്ട് അവന് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ 9 ടൈൽസ് യൂസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് 9 ടൈൽസ് അവന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ജിറായ പഠിപ്പിച്ചു കൊടുക്കും. അതെ, അങ്ങനെ അവന്റെ കോൺഷ്യസിൽ 9 ടൈൽസ് അവൻ യൂസ് ചെയ്തിട്ട് 9 ടൈൽസിനെയും അവൻ കൺട്രോളിലെടുക്കും. ആൻഡ് ഇങ്ങനെ ജിറായ അവന്റെ ട്രെയിനിങ് സെക്ഷൻ പൂർത്തിയാക്കി കൊടുക്കും. ആൻഡ് ഇങ്ങനെ നരൂട്ടോന്റെ ട്രെയിനിങ്ങും കഴിയും. ആൻഡ് ഇതിനുശേഷം ഫൈനൽ എക്സാം സ്റ്റാർട്ട് ആവാൻ തുടങ്ങും. ആൻഡ് ഫൈനൽ എക്സാം സ്റ്റാർട്ട് ആവാൻ തുടങ്ങുമ്പോൾ അവിടെ സാസ്കെ വന്നിട്ടുണ്ടാവില്ല, ബാക്കി എല്ലാവരും ഉണ്ടാവും. ആൻഡ് ഇതിനുശേഷം നമുക്ക് നരൂട്ടോയുടെ ഫൈറ്റ് കാണിക്കും. നരൂട്ടോ നേജി ആയിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുക. നേജി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പവർഫുൾ ആണ്. അവനും ഒരു സാസ്കയുടെ ലെവലിലൊക്കെ പവർഫുൾ ആണ്. ബട്ട് എത്രത്തോളം പവർഫുൾ ആണെങ്കിൽ പോലും ഇപ്രാവശ്യം നരൂട്ടോ അവനെ തോൽപ്പിക്കും. അതെ, നരൂട്ടോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളെ തോൽപ്പിക്കും. അതുകൊണ്ട് തന്നെ അത്രയും നാള് ഫെയിലർ ആണെന്ന് വിചാരിച്ചവർക്ക് എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിന്ന് പോകും. ആൻഡ് ഇങ്ങനെ ഈ എക്സാം പിന്നെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കും. ഗാറയും സാസ്കയും തമ്മിലുള്ള ഫൈറ്റിന്റെ ഇടയിലായിരിക്കും പിന്നെ ഉറൂച്ചിമാർ ഈ വില്ലേജ് അറ്റാക്ക് ചെയ്യുക. ആൻഡ് ഒറ്റക്കാര്യത്തില്ല, ഒരുപാട് ഷിനോബീസ് ഉണ്ടാവും. ആൻഡ് ഉറൂച്ചിമാർ ഹൊക്കാഗെ ആയിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുക അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി. ആൻഡ് വലിയൊരു സ്നൈക്കിനെ തന്നെ, ഒരു ജയന്റ് സ്നേക്കിനെ തന്നെ ആ വില്ലേജിലോട്ട് വിട്ടിട്ടുണ്ടാവും ബാക്കിയുള്ളവരെല്ലാം ബിസിയാക്കാൻ വേണ്ടിയിട്ട്. ഇതിനുശേഷം ഗാറ എടുത്ത് അവന്റെ സെൻസെ വന്നിട്ട് പറയും ഇവിടുന്ന് പോണെന്ന് പറയും. കാരണം ഗാറ, അതായത് സാൻഡ് വില്ലേജ് എന്നുള്ള ആൾക്കാരെ ഓൾറെഡി ഉറൂച്ചിമാർ കണ്ടുണ്ടാകും, അവരുടെ ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഗാറയോട് അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകാൻ പറയും. ആൻഡ് ഗാറ അവിടുന്ന് പോകുമ്പോൾ സാസ്കെ അവന്റെ പിന്നാലെ ഓടാൻ തുടങ്ങും. ആൻഡ് സാസ്കയുടെ പിന്നാലെ തന്നെ നരൂട്ടോയും സക്കൂറയും പിന്നാലെ പോകാൻ തുടങ്ങും. ആൻഡ് ഇനി മറ്റേ സൈഡിൽ ഉറൂച്ചിമാർ ഹൊക്കാഗെ ആയിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഉറൂച്ചിമാറിന് അറിയാം എന്തായാലും ഇപ്പൊ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഹൊക്കാഗയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെയൊന്നും ഹൊക്കാഗെ ആർക്കും
ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഈ ഉറൂച്ചിമാരുടെ എല്ലാം ടീച്ചറാണ് ഇയാള്. കാരണം ഈ 3 സൈനിൻസ് ഉണ്ട്, ആ 3 സൈനിൻസിനെയും ട്രെയിൻ ചെയ്ത ഇയാളാണ്. അതുകൊണ്ട് തന്നെ ഉറൂച്ചിമാറിന് ഇവിടെ അറിയായിരുന്നു ഒറ്റക്ക് അവനെ കൊണ്ട് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഉറൂച്ചിമാർ മുന്നേ ഉണ്ടായിരുന്ന ഹൊക്കാഗൻസിനെല്ലാം സമ്മൺ ചെയ്യാൻ തുടങ്ങും. അവരുടെ ബോഡി വരും, പക്ഷെ അവരുടെ കോൺഷ്യസ്നെസ് വരില്ല. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു ഫൈറ്റ് നടക്കും. ആൻഡ് ഫൈറ്റിന്റെ അവസാനം ലാസ്റ്റ് തേർഡ് ഹൊക്കാഗെ മരിക്കും, അതായത് നമ്മുടെ ഹൊക്കാഗെ മരിക്കും. പക്ഷെ മരിക്കുന്നതിന് മുന്നേ ഹൊക്കാഗെ ഉറൂച്ചിമാറിന് ഒരു പണി കൊടുക്കും. അവനിനി ഒരിക്കലും അവന്റെ കൈ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കൈനിട്ട് നല്ല പണി കൊടുക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഗാറ വേഴ്സസ് സാസ്കെ എന്നുള്ള ഫൈറ്റ് കാണിക്കും. ഈ ഫൈറ്റിൽ നമുക്ക് മനസ്സിലാക്കി തരും ഗാറ എത്രത്തോളം വയലന്റ് ആണെന്ന്. ഇൻഫാക്ട് എത്രത്തോളം വയലന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നരുട്ടോടെ ഉള്ള ഒരു മോൺസ്റ്റർ ഇല്ലേ, അതുപോലെ ഗാറയുടെ ഉള്ളിൽ ഒരു മോൺസ്റ്റർ ഉണ്ടായിരിക്കും. ആൻഡ് ഈ മോൺസ്റ്റർ ആയിരിക്കും വൺ ടൈൽ. അതെ, നരുട്ടോയുടെ ഉള്ളിൽ 9 ടൈൽ ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഉള്ളിൽ 1 ടൈൽ ആയിരിക്കും. ആൻഡ് ഇങ്ങനെ 1 ടൈൽ രൂപത്തിൽ ഗാറ ഫൈറ്റ് ചെയ്യുമ്പോൾ സാസ്കയും അവന്റെ കേഴ്സ് മാർക്ക് യൂസ് ചെയ്തിട്ടെല്ലാം ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് അവിടെ ഭയങ്കര വലിയൊരു ഫൈറ്റ് ഉണ്ടാവും. പക്ഷെ എത്രത്തോളം സാസ്കെ അവനെ പുഷ് ചെയ്താലും ഒരു ടെയിൽ, അതായത് ഒരു മോൺസ്റ്ററിന്റെ മുന്നിൽ അവൻ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ഗാറ ലിറ്ററലി സാസ്കെ അടിച്ചൊരു ഇല്ലാണ്ടാക്കി കളയും. ആൻഡ് ഇതിനുശേഷം നരൂട്ടോ അങ്ങോട്ട് വരും. ഇൻഫാക്ട് നരൂട്ടോക്കും ഗാറയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് നരൂട്ടോ അവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിൽക്കും. ആൻഡ് ഇതിനുശേഷം ഗാറ ഫുള്ളായിട്ട് ആ മോൺസ്റ്ററായി മാറി തുടങ്ങുകയായിരിക്കും. അവൻ എത്രത്തോളം, അതായത് എത്രത്തോളം ആങ്കർ അവനാവുന്നു അത്രത്തോളം അവൻ വൺ ടൈലായി മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഫുള്ളായിട്ട് ആ മോൺസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ അവൻ എത്രത്തോളം അവന്റെ ദേഷ്യം അവൻ എങ്ങനെ കൺട്രോൾ ചെയ്യാണ്ട് പോകുന്നു അത്രത്തോളം 9 ടൈൽസും വന്നോണ്ടിരിക്കും. ആൻഡ് ഇതൊരു അനിമയാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് ഒരുപാട് ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് മനസ്സിലാവും നരൂട്ടോയും ഗാറയും ഏകദേശം ഒരേപോലെ തന്നെയാണെന്ന്. ഗാറയുടെ വില്ലേജും അവന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. കാരണം അവന്റെ ഉള്ളിൽ ഒരു ടെയിൽ ഉണ്ട്, ഒരു മോൺസ്റ്റർ ഉണ്ട്. നരൂട്ടോയുടെ ഉള്ളിൽ ഒരു ടെയിൽ ഉണ്ട്, മോൺസ്റ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നരൂട്ടോ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും ഗാറയുടെ അടുത്ത്. ഒരാളുടെ നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആളുടെ ഫീലിങ്സ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ, അതുപോലെ. ആൻഡ് ഇങ്ങനെ നരൂട്ടോക്ക് അവന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങും. പക്ഷെ അതിന് മുന്നേ തന്നെ അവൻ മൊത്തമായിട്ട് വൺ ടൈലായി മാറിയിട്ടുണ്ടാവും. ആൻഡ് ഇത് കണ്ട നരൂട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ പറഞ്ഞില്ല അവൻ വലിയൊരു ടോഡിനെ സമ്മൺ ചെയ്തിട്ടുണ്ടെന്ന്. അതെ, ഒരു തവളയെ സമ്മൺ ചെയ്തിട്ടുണ്ടാവില്ലേ, ആ വലിയ ടോഡിനെ അവൻ പിന്നെ നരൂട്ടോ സമ്മൺ ചെയ്യും. ആൻഡ് ഇങ്ങനെ ഈ ടോഡിനെ സമ്മൺ ചെയ്തതിനു ശേഷം ഇവർ തമ്മിൽ വലിയ ഫൈറ്റ് ഉണ്ടാവാൻ തുടങ്ങും. ആൻഡ് ഈ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും സാസ്കെക്ക് കാര്യം മനസ്സിലാവുക നരൂട്ടോ എത്രത്തോളം മുന്നിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്ന്. സാസ്കെക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് നരൂട്ടോ ഹീറോയിക് ആയിട്ടൊരു കാര്യം ചെയ്യുന്നത്. അപ്പൊ സാസ്കെക്ക് ഭയങ്കരമായിട്ട് ഈഗോ അടിക്കും. പക്ഷെ ഇവിടെ നരൂട്ടോ വൺ ടൈലിനെ തോൽപ്പിക്കും. അതെ, നരൂട്ടോ തോൽപ്പിച്ചതിനു ശേഷം ഗാറയും റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരും. ആൻഡ് ഇതെല്ലാം നരൂട്ടോ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്ന അറിയോ? ഈ ട്രാഷിന് വേണ്ടിയിട്ട്. അവസാനം ഞാൻ പറഞ്ഞു തരാം ഇവൾക്ക് വേണ്ടിയിട്ട് ഈ ചെയ്യുന്നതിനൊക്കെ ഒരു ഫലം എന്താണെന്ന്. ആൻഡ് ഇതിനുശേഷം ഹൊക്കാഗെ, തേർഡ് ഹൊക്കാഗെ മരിച്ചതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ നാട്ടില് ലീഡർ ഇല്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ലീഡറെ തെരഞ്ഞെടുക്കാനുള്ള തീരുമാനങ്ങളായിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ജിറായ ആയിരിക്കും. പക്ഷെ ജിറായ പറയും ഞാനിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും, എനിക്കിതൊന്നും പറ്റത്തില്ല എന്ന് പറയും. ജിറായക്ക് ലീഡറും വീഡറൊന്നും ആവണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജിറായ പറയും ഇനി ഞാൻ ഒരാളെ കണ്ടുപിടിക്കാം, അയാളെ നമുക്ക് ലീഡറാക്കാന്നെല്ലാം ജിറായ പറയും. ആൻഡ് ഇതിന് ശേഷമാണ് ഈ അനിമയിൽ തന്നെ വൺ ഓഫ് ദ ഫേവറേറ്റ് ക്യാരക്ടർ ഇറ്റാച്ചി ഉച്ചിഹയുടെ എൻട്രി ഉണ്ടാവുന്നത്. ആൻഡ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇത് എന്തിനാണ് ഈ ആൾക്ക് ഇത്രയും ഹൈപ്പ് എന്ന്. അത്രയും അനിമൽ അത്രയും ഫേവറേറ്റ് ആണ്, അത് നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലാവും. അതിപ്പോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ആരാണ് ഇറ്റാച്ചി ഉച്ചിഹ എന്ന്. ഇറ്റാച്ചി ഉച്ചിഹ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവന്റെ സ്വന്തം ക്ലാനെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് മൊത്തം വൈപ്പ് ഔട്ട് ചെയ്താണ്, സാസ്കെ ഒഴിച്ചിട്ട്. സാസ്കെ അവന്റെ ബ്രദർ ആയിരിക്കും. ആൻഡ് ഇവിടെ ഇറ്റാച്ചിയെ തടുക്കാൻ വേണ്ടിയിട്ട് ഷിനോബീസും ജോണിൻസും എല്ലാം വരും. പക്ഷേ ഇവിടെ എത്രത്തോളം ഇറ്റാച്ചി പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കാഷി എത്രത്തോളം സീരിയസ് മോഡിൽ ഫൈറ്റ് ചെയ്തിട്ടും ഇറ്റാച്ചി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലിറ്ററലി ഇറ്റാച്ചി ഒരു മൂവില് കക്കാഷിയെ സീരിയസ്ലി ഇഞ്ചേർഡ് ആക്കി കളയും. അത്രത്തോളം പവർഫുൾ ആയിരിക്കും ഇറ്റാച്ചി. ആൻഡ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് ഇറ്റാച്ചി ഇവിടെ വന്നത്, ഈ ഫൈറ്റ് എല്ലാം ചെയ്യുന്നതെന്ന്. ഇറ്റാച്ചി ഇവിടെ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നരൂട്ടോയെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, 9 ടൈൽസിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറ്റാച്ചി ഇവിടെ വന്നേക്കുന്നത്. പക്ഷെ അവിടെ ആൾക്കാർ കൂടും, ഷിനോബീസും എല്ലാവരും വരുന്നത് കൊണ്ട് തന്നെ ഇറ്റാച്ചിക്കും അവന്റെ കൂടെ വന്നവർക്കും എല്ലാവർക്കും അവിടെ നിന്ന് പോവേണ്ടി വരും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് വീണ്ടും നരൂട്ടോയെ കാണിക്കും. നരൂട്ടോ ജിറായ സെൻസർ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ജിറായ സെൻസർ അടുത്ത ഹൊക്കാഗെ കണ്ടുപിടിക്കാനുള്ള പോക്കലായിരിക്കും. ജിറായക്ക് അറിയാം ആളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇങ്ങനെ ജിറായുടെ ഒപ്പം നരൂട്ടോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇറ്റാച്ചിയും അവിടെ ഉള്ളവർ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ജിറായ നരൂട്ടോയുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് അറിയാം ഇവരെ കൊണ്ട് ഒരു ചാൻസ് പോലും എടുക്കാൻ പറ്റത്തില്ല എന്ന്. കാരണം ഇവർക്ക് അറിയാം ജിറായ സെൻസയുടെ പവർ എന്താണെന്ന്. ആൻഡ് ഇതിന് ശേഷം നരൂട്ടയും ജിറായും കൂടിയിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുക്കും. ആൻഡ് ഹോട്ടലിൽ റൂം എടുത്തതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് സാസ്കെയാണ്. സാസ്കെക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇറ്റാച്ചി വില്ലേജിലോട്ട് വന്നിട്ടുണ്ടെന്ന്.
ആൻഡ് ഇത് അറിഞ്ഞതിന് ശേഷം അവന് മനസ്സിലാവും നരൂട്ടോയെ തേടിയിട്ടാണ് ഇറ്റാച്ചി ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരെ സാസ്കെ നരൂട്ടോയെ തേടി അവന്റെ വീട്ടിലോട്ട് പോകും. പക്ഷെ വീട്ടിലുണ്ടാവത്തില്ല, അവൻ എല്ലായിടത്തും നരൂട്ടോയെ തേടി നടക്കും. അപ്പോഴാണ് അവന് മനസ്സിലാവുക നരൂട്ടോ ജിറായുടെ കൂടെയാണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ വേഗം ആ ഡയറക്ഷനിലോട്ട് പോയി തുടങ്ങും. സാസ്കയ്ക്ക് എത്രയൊക്കെ ഈഗോ ഉണ്ടെന്നുണ്ടെങ്കിലും അവസാനം ഒരു നല്ലൊരു കോംറേഡ് ആയിട്ട്, നല്ലൊരു ഫ്രണ്ട് ആയിട്ട് നരൂട്ടോനെ ഇപ്പൊ സാസ്ക കാണുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൻ പോകുന്നത്. അതുകൊണ്ട് മാത്രമായിരിക്കത്തില്ല സാസ്ക എന്തിനാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റാച്ചി ആയിട്ട് ഫൈറ്റ് എടുക്കാൻ വേണ്ടി, റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം മൊത്തം ക്ലാനിനെയും വൈപ്പ് ഔട്ട് ചെയ്തല്ലേ. മൊത്തം ക്ലാൻ എന്ന് പറയുമ്പോൾ മൊത്തം ക്ലാനിൽ അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവുമല്ലോ. സാസ്ക ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരെയും, അത് ഇറ്റാച്ചി അവന്റെ അച്ഛനും അമ്മേനെയും കൊന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും സാസ്ക റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇൻഫാക്ട് അവൻ നിഞ്ച ആകുമ്പോൾ ഇത്രയും ഹാർഡ് കോർ ട്രെയിൻ ചെയ്തില്ല എല്ലാം ഇറ്റാച്ചിയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആൻഡ് ഇങ്ങനെ സാസ്കെ നരൂട്ടോ തേടിയും കൂടി നടക്കുകയായിരിക്കും. നരൂട്ടോ ആണെന്നുണ്ടെങ്കിൽ ആ റൂമിൽ ഒറ്റക്കായിരിക്കും. ജിറായ സെൻസെ ആണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന്റെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരിക്കും. നരൂട്ടോന്റെ റൂമിന്റെ മുന്നിൽ വന്ന് നിൽക്കും ഇറ്റാച്ചി. ഇറ്റാച്ചി വന്ന് നിൽക്കുന്ന അതേ സമയത്തായിരിക്കും അവിടെ സാസ്കയുടെ എൻട്രി ഉണ്ടാവുക. സാസ്ക സംഭവം അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇവര് തമ്മിൽ ഫൈറ്റ് ഉണ്ടാവാൻ തുടങ്ങും. ഇറ്റാച്ചി ഓൾറെഡി കക്കാഷിയെ അടിച്ച് തരിപ്പണാക്കിയതായിരിക്കും. അപ്പൊ സാസ്ക എന്തായിരിക്കും ഇറ്റാച്ചിയുടെ മുന്നിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇറ്റാച്ചി അടിച്ചടിച്ച് ഇറ്റാച്ചി സാസ്കയെ ഇല്ലാണ്ടാക്കും. അവനൊരു ചുമരിനോട്ട് ചേർത്ത് അങ്ങോട്ട് നിർത്തും. എന്നിട്ട് അവിടെ വിട്ടുകൊണ്ട് പോകും. ആൻഡ് ഇത് കാരണം തന്നെ സാസ്ക വീണ്ടും ഡിപ്രഷനിലോട്ട് പോകും. എന്തൊക്കെ ചെയ്തിട്ടും ഇറ്റാച്ചി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം സാസ്ക വീണ്ടും ഡിപ്രഷനിലോട്ട് പോകും. ഇത്രയും നാള് സാസ്ക ട്രെയിൻ ചെയ്തതും എല്ലാം സഹിച്ചതും എല്ലാം ഈ ഒരു മൊമെന്റിന് വേണ്ടിയായിരിക്കും. പക്ഷെ അതൊന്നും ആവാണ്ട് പോകും. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ ജിറായ വരും. ജിറായ എത്രത്തോളം ഡംബാണെന്ന് ബാക്കിയുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചാലും ജിറായ ഒരു ലെജൻഡറി സാനിനെയാണ്. അതുകൊണ്ട് തന്നെ ജിറായക്ക് മനസ്സിലുണ്ടാകും ആരൊക്കെയോ ഇപ്പൊ നരൂട്ടോടെ പിന്നിലുണ്ട്. അതുകൊണ്ടായിരിക്കും അവൻ ആ പെണ്ണിന്റെ അത് കാണിച്ചിട്ട് അവൻ അവിടുന്ന് പറഞ്ഞാച്ചെല്ലാം ജിറായക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ആൻഡ് ഇവർ രണ്ടുപേരും ഇറ്റാച്ചിയും അവന്റെ കൂടെയുള്ള ആളും ക്രിമിനൽസ് ആയതുകൊണ്ട് തന്നെ ജിറായ അവരെ പിടിക്കാൻ നോക്കും. പക്ഷെ സർപ്രൈസിംഗ്ലി ഇറ്റാച്ചി ഇവിടെ രക്ഷപ്പെടും. അത് ജിറായ ഉണ്ടെങ്കിൽ പോലും ഇറ്റാച്ചി അവന്റെ ഒരു മിസ്റ്റീരിയസ് പവർ യൂസ് ചെയ്തിട്ട് അവിടുന്ന് രണ്ടുപേരും രക്ഷപ്പെടും. ആൻഡ് ഇറ്റാച്ചി ഇവിടുന്ന് പോയതിനു ശേഷം ഈ ഫൈറ്റ് ഇവിടെ തീരും. ആൻഡ് ഇതിനു ശേഷം നരൂട്ടോ അവന്റെ സിഗ്നേച്ചർ മൂവ് പഠിക്കും. സാസ്കയൊക്കെ ചെയ്യുന്നില്ലേ ആ ഇടിമിന്നൽ പോലെയുള്ള പവർ, ആ പവർ നരൂട്ടോ പഠിക്കും. ഇത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഈവൻ നരൂട്ടോന്റെ സ്പിൻ ഓഫ് ആയിട്ടുള്ള ബൊറൂട്ടോയില് പോലും ഇത് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഈ പവറിന്റെ പേരാണ് രസിൻകൺ. ആൻഡ് ഈ അറ്റാക്ക് പഠിച്ചതിന് ശേഷം നരൂട്ടോ ഭയങ്കരമായിട്ട് പവറപ്പ് ആവും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് ഇപ്പൊ ജിറായ പോകുന്നില്ലേ ഒരാളെ വിളിക്കാൻ വേണ്ടി ഹൊക്കാഗെ ആവാൻ വേണ്ടിയിട്ട്. അവളുടെ പേരായിരിക്കും സുനാദെ. അവളായിരിക്കും തേർഡ് സാനീനി. ഇവള് മെഡിക്കൽ ജുട്സു അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടാവും. ഭയങ്കര പവർഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇവളെ മെഡിക്കൽ ജുട്സു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒറോച്ചിമാറും ഒറോച്ചിമാറിന്റെ കൈ പോയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് വരും. ആൻഡ് ഇവിടെ 3 സാനീസിന്റെ ഫൈറ്റ് ഉണ്ടാവും. ആൻഡ് ഈ 3 സാനീസിന്റെ ഫൈറ്റിന്റെ ഇടയ്ക്ക് നമുക്ക് നരൂട്ടോന്റെയും ഫൈറ്റ് കാണിക്കും. നരൂട്ടോ ആ പുതിയ രാസിംഗൺ യൂസ് ചെയ്തിട്ട് എത്രത്തോളം ലെവലപ്പ് ആയി എന്ന് നമുക്കിവിടെ കാണിക്കും. ഈ ആളെ അടിച്ച് തരിപ്പണാക്കി ഉണ്ടാവും. ആൻഡ് ഇവിടെ സുനാദെ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും നരൂട്ടോന്റെ അടുത്ത്. ആൻഡ് ഈ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യമൊക്കെ പറയും സുനാദെ ഞാൻ വരത്തില്ല, ഞാൻ ഹൊക്കാഗെ ആവാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്നെല്ലാം പറയുമെങ്കിലും അവസാനം സുനാദെ നരൂട്ടോ കാരണം തന്നെ അത് സമ്മതിക്കും, ഹൊക്കാഗെ ആവാൻ സമ്മതിക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് പാസ്റ്റിലെ കുറച്ച് ഗ്ലിംസുകളെല്ലാം കാണിക്കും. ഇവിടെ സക്കൂറ സാസ്കയുടെ അടുത്ത് താങ്ക് യു പറയും. അവൾ ആ വലിയ സാൻഡ് മോൺസ്റ്റർ എന്ന് രക്ഷിച്ചതിന്, ആ ഗാറോ ആയിട്ടുള്ള ഫൈറ്റിൽ അതിൽ രക്ഷിച്ചതിന് താങ്ക് യു പറയും. അപ്പൊ സാസ്കെ പറയും നിന്നെ രക്ഷിച്ച് ഞാനല്ല, നിന്നെ രക്ഷിച്ച് നരൂട്ടോ ആണെന്ന് പറയും. ഇതിനുശേഷം നമുക്ക് പ്രസന്റ് കാണിക്കും. ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ് ആയിട്ടുണ്ടാവും ഇറ്റാച്ചിയുടെ ഫൈറ്റിന് ശേഷം സാസ്കെ. ആൻഡ് അവിടെ നമ്മുടെ സുനാദെ വരും. സുനാദെ വന്നിട്ട് അവളുടെ കൈ ഒന്ന് വെക്കത്തേ ഉള്ളൂ. ആൻഡ് കൈ ഒന്ന് വെച്ചതിന് ശേഷം തന്നെ സാസ്കയ്ക്ക് അവിടെ എല്ലാം ശരിയാവും. ആൻഡ് സാസ്കെ അവിടെ എല്ലാം ശരിയാത് കണ്ട സക്കൂറ നേരെ പോയിട്ട് സാസ്കെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. അവളെ എല്ലായിടത്തും രക്ഷിച്ച് നരൂട്ടോട് താങ്ക്സ് പോലും പറയില്ല, നേരെ സാസ്കയുടെ അടുത്തോട്ട് പോകും. ആൻഡ് ഇവിടെ നിന്നാണ് എനിക്ക് ഇവളുടെ മേലിൽ കലി തുടങ്ങിയത്. ആൻഡ് ഇതിന് ശേഷം ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. സാസ്കയും ഓൾമോസ്റ്റ് റിക്കവർ ആയിട്ടുണ്ട്. ആൻഡ് ഇതിന് ശേഷം സാസ്ക ജലസി കാരണം തന്നെ നരൂട്ടോ വീണ്ടും ഒരു ഫൈറ്റിന് വിളിക്കും. ആൻഡ് ഈ ഫൈറ്റ് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കക്കാഷി വന്നിട്ട് നിർത്തും ഫൈറ്റ്. പക്ഷെ ഇവിടേക്ക് വീണ്ടും സാസ്കയ്ക്ക് മനസ്സിലാവും നരൂട്ടോയുടെ പവർ ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇൻക്രീസ് ആയിട്ടുള്ള കാര്യം സാസ്കയ്ക്ക് വീണ്ടും ഇവിടെ മനസ്സിലാവും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് ഉറൂച്ചിമാറിന്റെ ആൾക്കാരെല്ലാം സാസ്കയെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. സാസ്ക എന്തിനാ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറൂച്ചിമാർക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടാവും. സാസ്കയുടെ ഈ കേഴ്സ് മാർക്ക് കാരണം തന്നെ ഉറൂച്ചിമാർക്ക് അതുകൊണ്ട് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടാവും അവനെക്കൊണ്ട്. എന്റെ ആദ്യമൊക്കെ സാസ്ക റെസിസ്റ്റ് ചെയ്യുമെങ്കിലും ഉറൂച്ചിമാർ അവന്റെ പവർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന മനസ്സിലാക്കിയതിനു ശേഷം അവൻ തന്നെ അവിടുന്ന് പോവാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കും. ആൻഡ് ഇവൻ തീരുമാനം എടുത്ത് പോവെങ്കിൽ പോലും നരൂട്ടോയും പിള്ളേരും അവന്റെ കൂടെ പോയിട്ട് അവനെ എങ്ങനെയും രക്ഷിക്കണം എന്നെല്ലാം തീരുമാനിക്കും. ആൻഡ് ഇവര് പോയിട്ട് ഉറൂച്ചിമാറിന്റെ ആൾക്കാരെല്ലാം അടിച്ചിട്ട് ഓൾമോസ്റ്റ് സാസ്കയെ വിളിച്ചു വരാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴായിരിക്കും സാസ്ക വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നരൂട്ടോ ആയിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാവുക. ഇങ്ങനെ സാസ്കയും നരൂട്ടോ തമ്മിലുള്ള ബാറ്റിൽ തുടങ്ങും. ആൻഡ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ബാറ്റിൽ ആയിരിക്കും
ഇവർ തമ്മിലുള്ള. ആൻഡ് ഈ ഫൈറ്റ് ഒക്കെ കണ്ടിട്ടായിരിക്കും നാരൂട്ടോ കാണാനുള്ള ഹൈപ്പ് അത്രയും കൂടി ഉണ്ടാവുക. നാരൂട്ടോ അവന്റെ 9 ടൈൽസിന്റെ പവർ യൂസ് ചെയ്യും, സാസ്കെ അവന്റെ കേഴ്സ് മാർക്കിന്റെ പവർ യൂസ് ചെയ്യും. ആൻഡ് ഇത് ചെറിയ ലെവലൊന്നും ആയിരിക്കത്തില്ല അവര് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര വലിയ ലെവലിലായിരിക്കും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബട്ട് ഇൻ സംഹവ് ഇവിടെ സാസ്കെ ഒരു വേറെ ഫോമിലോട്ടൊക്കെ മാറിയിട്ട് നാരൂട്ടോയെ തോൽപ്പിക്കും. ആൻഡ് അവൻ ആഗ്രഹം അല്ലെങ്കിൽ പോലും അവൻ അവിടുന്ന് പോകും. കാരണം അവന്റെ ഒരേ ഒരു ലക്ഷ്യം ഇറ്റാച്ചിയെ തോൽപ്പിക്കലാണ്. അതിന് പവർ വേണം. അവ പവർ നേടാൻ വേണ്ടിയിട്ട് സാസ്കെ അവിടുന്ന് പോകും. ആൻഡ് ഇതോട് കൂടിയിട്ട് നാരൂട്ടോ ഇവിടെ അവസാനിക്കും. ബാക്കി കഥയെല്ലാം നാരൂട്ടോ ഷിപ്പുഡനിലാണ് നടക്കുക. ആൻഡ് ആ വീഡിയോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് എന്തായാലും ലൈക്ക് ചെയ്യാം. ആൻഡ് ഈ വീഡിയോയുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ആ വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ വീഡിയോക്ക് വേണ്ടിയിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.